ദേവദൂതനാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കളക്ഷൻ വൈസ്. 4.25 കോടി രൂപയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് ദേവദൂതൻ കളക്ട് ചെയ്തത്. മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. രണ്ടാമത്തെ ചിത്രം സ്ഫടികമാണ്. സ്ഫടികം ഏകദേശം എനിക്ക് തോന്നുന്നു 3.5 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തത്. 3.25 മുതൽ 3.5 കോടി, അതാണ് കളക്ഷൻ വൈഡ് റേഞ്ചേഴ്സ് ആയിട്ട് ട്രാക്കേഴ്സ് സൂചിപ്പിക്കുന്നത്. 3.25 മുതൽ 3.5 കോടിയോളം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് സ്ഫടികം കളക്ട് ചെയ്ത സിനിമ. അതും ഒരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. മൂന്നാമത്തെ റിലീസ് ചെയ്ത ചിത്രം, അല്ലെങ്കിൽ ഇപ്പോഴും വലിയ പ്രദർശനത്തിൽ തുടരുന്ന ചിത്രമായിട്ട് സൂചിപ്പിക്കാൻ കഴിയുന്നത് മണിച്ചിത്രത്താഴ് എന്ന ചിത്രവും കൂടിയാണ്. 3.1 കോടിയോളം രൂപയാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തത്. അതൊരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. നാലാമത്തെ ചിത്രം ഛോട്ടാ മുംബൈയാണ്. ഛോട്ടാ മുംബൈ ഇപ്പോൾ 3 കോടിയോളം രൂപയ്ക്ക് അടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്ത് ഒരു 7-8 ദിവസം, ആദ്യത്തെ ഒരാഴ്ചയുടെ കളക്ഷനാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ റിലീസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 ദിവസത്തോളം കഴിയുന്നു. പിന്നീട് ഉണ്ടാകുന്ന 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുവരെയുള്ള കണക്കുകൾ പ്രകാരം മാത്രം 2.9 കോടിയോളം രൂപ നേടിയിട്ടുണ്ട്. അതും ഒരു മോഹൻലാൽ ചിത്രമാണ്, നോട്ട് ദ പോയിന്റ്. അങ്ങനെ ആദ്യത്തെ 4 സ്ഥാനത്തും റിലീസ് ചെയ്ത സിനിമകളിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. മോഹൻലാൽ എന്ന നടൻ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ തന്ന സംഭാവന, മലയാള സിനിമയ്ക്ക് തന്ന സംഭാവന എന്ന് പറയുന്നത് 500 കോടി രൂപയാണ്. ആലോചിക്കുക, മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിൽ 50 കോടി പോലും ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നടന്മാർ കഷ്ടപ്പെടുമ്പോൾ 2 മാസം കൊണ്ട് ഒരു താരം 500 കോടിയോളം രൂപ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മൾ എംപുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എംപുരാൻ എന്തായാലും ഒരു വലിയ ഓളം ഉണ്ടാക്കുമെന്ന് കരുതിയെടുത്താണ് ഒരു മിക്സഡ് അഭിപ്രായം നേടിക്കൊണ്ട് പോലും എംപുരാന് തിയേറ്ററുകളിൽ ആളുകളെ കയറ്റാൻ കഴിഞ്ഞതും സിനിമയ്ക്ക് അത്രമേൽ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചതും. ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് വിവാദങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ കളക്ഷൻ അത് അത്രമേൽ കുറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് നല്ല റോക്കറ്റ് വിട്ടുപോലെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയായിരുന്നു എമ്പുരാൻ്റെ കാര്യം. അത് കഴിഞ്ഞ് തുടരും ഒരു മാജിക്കൽ ഹിറ്റായിരുന്നു. തുടരും അത്ര വലിയ സക്സസ് ഒന്നും ആവില്ല എന്ന് കരുതിയ ആളുകൾക്ക് FDFS കണ്ട് ഞെട്ടി വായും പൊളിച്ച് നിൽക്കേണ്ട അവസ്ഥയിൽ നിന്ന് തുടരും ക്രിയേറ്റ് ചെയ്തത് എമ്പുരാനേക്കാളും വലിയ ചരിത്രങ്ങളാണ്.